ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാധവേട്ടൻ എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂർണിമ ചോദിക്കാം. അപ്പോൾ പേഷ്യൻറ്റിന് ബോധം തെളിഞ്ഞു, പക്ഷെ ഒന്നും പറയാറായിട്ടില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ഡോക്ടർ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പവിത്രൻ ചോദിച്ചപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേണ്ട, കുറച്ച് ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ പറയുക. അല്ല, ഈ സേതു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ മകനാണെന്ന് പറഞ്ഞു കുറുപ്പമാവൻ. മേനോന് ബോധം വന്നപ്പോൾ കാണണമെന്ന് പറഞ്ഞതേ ഈ സേതുവിനെയാണ്. ഒരു പക്ഷേ അയാൾ ഇവിടെ വന്നാൽ മേനോൻ്റെ അവസ്ഥയ്ക്ക് ഒരു പക്ഷെ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നത്. അയാളോടൊന്ന് വരാൻ പറയാനായിട്ട് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ പറഞ്ഞോളാമെന്നും പറഞ്ഞു. അതും പറഞ്ഞ് കുറുപ്പമാവൻ ഇങ്ങനെ നിൽക്കുന്നു. ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പ്രതാപൻ, കുറുപ്പ് ആരെയാണ് വിളിക്കുന്നത്, സേതുവിനെയാണോ എന്ന് ചോദിച്ചു. എന്നാലേ അത് വേണ്ട, അവനെ കണ്ട അളിയൻ്റെ സിറ്റുവേഷൻ കൂടുതൽ വഷളാവത്തേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതാപൻ പറയും കേട്ടോ. അറിയാലോ ഇപ്പോൾ അളിയൻ ഇങ്ങനൊരു അവസരം വരാൻ തന്നെ കാരണം അവൻ ഒറ്റൊരുത്തനാണെന്ന്. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു കുറുപ്പമാവൻ. അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ അവനിവിടെ വരണ്ടെന്ന് പ്രതാപൻ പറയാട്ടോ. വന്നാലേ ശരിയാവത്തില്ലെന്നും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഓർത്തുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ പ്രതാപനങ്ങൾ പറഞ്ഞതാ ശരി, അയാൾ ഇപ്പോൾ ഇവിടെ വന്ന അച്ഛൻ്റെ സിറ്റുവേഷൻ കൂടുതൽ വഷളാവത്തേ ഉള്ളെന്ന് മൃദുവും പറഞ്ഞു. അപ്പോൾ വേണ്ട കുറുപ്പങ്ങളെ, അയാളെ വിളിക്കണ്ടെന്ന് അച്ചുവും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സേതു വന്ന മാധവന് മാറ്റം ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നുള്ള കാര്യം പറയാണ് കുറുപ്പമാവൻ. ഞാൻ അവനെ വിളിക്കട്ടെ പൂർണിമേ എന്ന് പൂർണിമയോട് കുറുപ്പമാവൻ ചോദിച്ചപ്പോൾ പൂർണിമയൊന്നും മിണ്ടുന്നില്ല. നീ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് പൂർണിമ വിളിക്കാനാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു വിളിക്കുന്നു. മൃദുവാണ് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി. സേതു ആണെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത്. അപ്പോൾ കൂടെയുള്ളവർ ഈ കുറുപ്പമാവൻ്റെ കോള് നമ്മുടെ സേതുവിൻ്റെ ഫോണിലേക്ക് ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് എടുക്ക് സേതു ഏട്ടാ, സേതുവിനൊന്ന് അവിടെ വരെ ചെല്ലാൻ വേണ്ടി വിളിക്കുന്നതാ, ഒന്ന് എടുക്കാൻ പറഞ്ഞു നിർബന്ധിക്കുന്നു. എഴുന്നേക്ക്, ഞാനും കൂടെ വരാം പ്ലീസ്. എടാ, അവിടെ ICU കിടക്കുന്ന നിന്റെ അച്ഛനാടാ, നീ ഈ സമയത്തല്ല വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി ഓടി കതച്ച് അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എഴുന്നേറ്റ് വാ സേതു ഏട്ടാ വാന്നും പറഞ്ഞ് ഇവരെല്ലാവരും വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കും സേതു ഏട്ടാ, ഹരി വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അറ്റാക്ക് ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് പല്ലവി ടെൻഷൻ അടിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ സീരിയസ് ആയിട്ട് കിടക്കുക, പക്ഷെ അവൻ കാണാൻ പോലും കൂട്ടാക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ സേതുവേട്ടൻ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്ന് പല്ലവി പറഞ്ഞു. വേറുമല്ല, സ്വന്തം അച്ഛനാണ് അവിടെ കിടക്കുന്നത്. ഒരു മകൻ എന്നുള്ള നിലയിൽ സേതുവേട്ടൻ ആ ഹോസ്പിറ്റലിൽ വേണം എന്നുള്ള കാര്യം പല്ലവി പറഞ്ഞു. സേതു ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ. സേതു ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഞങ്ങളൊക്കെ എന്തോരം പറഞ്ഞു കൊടുത്തെന്ന് അറിയാവോ, അവന് മനസ്സിലാകുന്നില്ലെന്ന് പറയുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ സേതുവേട്ട പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് പറയുകയാണ് പല്ലവി. അപ്പോൾ സേതു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുവാണ്. ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വണ്ടി എടുത്ത് നമ്മുടെ സേതു അങ്ങ് പോണു. പല്ലവിയും അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. ഈ സമയത്ത് സേതു പോകുമോ ഇല്ലയോ എന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നമ്മുടെ സേതുവിനെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് കൂട്ടുകാരൻ അങ്ങ് പോയി. ആ സമയത്ത് സേതു അവിടെ നിന്ന് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക. അപ്പോഴേക്കും കൂട്ടുകാരൻ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് വന്നു. വേണ്ടടാ, നമുക്ക് കാണണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് കൂട്ടുകാരനോട് നമ്മുടെ സേതു പറയുമ്പോൾ എന്താ സേതു ഏട്ടാ ഇതാ, ഇങ്ങനെയൊന്നും പറയരുത്, സേതുവേട്ടൻ പോയി അച്ഛനെ കണ്ടിട്ട് വാ, ഞാനവിടെ വെയിറ്റ് ചെയ്തോളാം, ചെല്ല് സേതുവേട്ടാ ചെല്ലെന്ന് പറഞ്ഞു. അപ്പം നീ എന്ത് പറഞ്ഞാലും ശരി ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പം ICUവിൽ കിടക്കുന്നതേ സേതുവേട്ടൻ്റെ അച്ഛനാ. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവസാന നിമിഷം അദ്ദേഹത്തെ കാണാൻ മടിച്ചതിൻ്റെ കുറ്റബോധം ഈ ജീവിതകാലം മുഴുവൻ സേതുവേട്ടനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ സേതുവിന് പോകാതിരിക്കാൻ പറ്റിയില്ല. സേതു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങോ പോകുന്നു. ഈ സമയത്ത് അകത്ത് നമ്മുടെ മാധവനാണെങ്കിൽ ബോധം തെളിഞ്ഞു. ഡോക്ടറും നേഴ്സും എല്ലാവരും അടുത്തുണ്ട്. സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പതുക്കെ എന്തൊക്കെയോ പറയാനുണ്ടേ. ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക, കരച്ചില്ല. അപ്പോൾ എന്തായി ഡോക്ടറിന് ഇറങ്ങി വന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നുള്ളത്. അപ്പോഴത്തേക്കും പൂർണിമ വാ വിട്ട് കരയുന്നു. മക്കളും അതുപോലെ തന്നെ തകർന്നിരിക്കുക കേട്ടോ. ആ സമയത്ത് പ്രതാപനും ഭാര്യയും കൂടി ഭയങ്കര ആശ്വസിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടെ തന്നെ ഇങ്ങനെയുണ്ട്. ആ സമയം ആ സേതു എന്ന് പറയുന്ന ആൾ എത്തിയോ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പ്രതാപൻ പറഞ്ഞു. അയാളെ എത്രയും പെട്ടെന്ന് മേനോൻ്റെ അരികിൽ എത്തിക്കണം, ഇനി ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അയാൾ മാത്രമാണെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി. ഡോക്ടർ അവിടെ നിന്ന് പോയപ്പോൾ പൂർണിമ, ഡോക്ടർ ഞങ്ങൾ മാധവേട്ടനെ ഒന്ന് കണ്ടോട്ടെ, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കയറി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല, 1-2 പേര് കയറി കണ്ടോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂർണിമയും അച്ഛനും കൂടെ അകത്തേക്ക് കയറി പോകുക കേട്ടോ. ഇവരാണെങ്കിൽ പുറത്ത് ഇപ്പം മരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പൂർണിമയും അച്ചുവും കൂടി അകത്ത് കയറി അച്ഛനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി അച്ചുവിന്. അതുപോലെ തന്നെ പൂർണിമയ്ക്കും ഭയങ്കര സങ്കടമായി. രണ്ടുപേരും കൂടി ഇങ്ങനെ മനസ്സ് തകർന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പൂർണിമ ചെന്ന് നെഞ്ചിൽ കൈ വെച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക അച്ഛൻ. ആ സമയത്ത് എന്തൊക്കെയോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തു നേഴ്സിനെ നമ്മുടെ മാധവൻ. അപ്പോഴത്തേക്കും ആ ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റി അവർ. പിന്നെ ഇവരോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റുമോടോ എന്ന്
പൂർണിമയോട് ചോദിക്കാം, ഞാൻ പോകാൻ പോവുകയാണെന്നൊരു തോന്നലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുതെന്നും പറഞ്ഞ് മാധവേട്ടന് ഒരു കുഴപ്പം ഉണ്ടാകില്ല, സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് പൂർണിമ ഇങ്ങനെ സമാധാനിപ്പിക്കുക. ആ സമയത്ത് അച്ചു ആണെങ്കിലും ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാനില്ലെങ്കിലും ഇവളുടെ കല്യാണം ഒക്കെ നല്ലതുപോലെ നടത്തണം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ചങ്ക് പൊട്ടി കരയോ കേട്ടോ. ഒന്നിനും ഒരു കുറവുണ്ടാകരുതെന്നൊക്കെയാണ് അദ്ദേഹം ആ ഒരു വയ്യാത്ത അവസ്ഥയിലും പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അധികം സംസാരിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് നേഴ്സ് പറഞ്ഞു. അപ്പോൾ സേതു വന്നില്ലല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ മുതലാളി മാധവൻ. അപ്പോൾ എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്, താൻ അവനോട് ഒന്ന് വരാൻ പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞോളാം, ഞാൻ അവനെ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പൂർണിമ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അച്ഛനൊരു ഉമ്മ വെച്ചിട്ട് നമ്മുടെ അച്ചു അങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മയെ കണ്ടതും പുറത്ത് അവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ അമ്മയോട് ചോദിക്കുക അച്ഛനെങ്ങനെയുണ്ടെന്ന്. ആ സമയം അച്ചുവിനോട് അച്ഛൻ്റെ അരികിൽ ഇരിക്കാനായിട്ട് മാധവൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അരികിലേക്ക് മകള് കയറിയിരുന്നു. ആ സമയത്ത് അച്ഛന് മോളോട് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറയാം എന്ന് മാധവ മുതലാളി പറഞ്ഞിട്ട് അച്ചുവിനോട് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ കേട്ട് നമ്മുടെ അച്ചു ഇങ്ങനെ ഞെട്ടിയിരിക്കും കേട്ടോ. ഒരിക്കലും അച്ചുവിന് അതൊന്നും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ കുറുപ്പമ്മാവനും പുറത്തേന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറുപ്പേട്ട സേതു എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ വന്നെന്ന് പറഞ്ഞു. താഴെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പൂർണ്ണിമ ഇറങ്ങി ഓടുക. ആ സമയത്ത് ചേച്ചി ഇതെങ്ങോട്ട് പോകുക, അവനെ വിളിക്കാൻ ചേച്ചി പോകരുത്, അവനെ ചേട്ടൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാധവേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ക്രിട്ടിക്കൽ ആവത്തേ ഉള്ളൂ, അവൻ താഴെ എവിടെയെങ്കിലും തന്നെ നിൽക്കട്ടെ, അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പ്രതാപം പറയുക കേട്ടോ. ഈ സമയത്ത് പൂർണ്ണിമയ്ക്ക് വലുത് തൻ്റെ ഭർത്താവിൻ്റെ ജീവനായതുകൊണ്ട് തന്നെ പൂർണ്ണിമ ഇങ്ങനെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ നിൽക്കും. അപ്പോഴത്തേക്കും സേതു അങ്ങോട്ടേക്ക് കയറി വന്നു. സേതുവിനെ കണ്ടപ്പോഴത്തേനും കലിതുള്ളി പ്രതാപൻ അങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ്. സേതുവാണ് ഇവരുടെ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. മൃദുവും ഗൗരിയും അന്നേരത്തേനും തല തിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് അവരുടെ വാശിയാണ് വലുതെന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുന്നത്. കുറുപ്പമ്മാവനും പൂർണ്ണിമയും മാത്രം സേതുവിനെ കണ്ടിങ്ങനെ ചിരിച്ചു കാണിച്ച് നിൽക്കുക. അപ്പോൾ സേതു നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ കുറുപ്പമ്മാവൻ. ആ സമയത്ത് നിർബന്ധിച്ച് സേതുവിനകത്തേക്ക് കൊണ്ട് ചെല്ലുന്നു. അപ്പോൾ അച്ചു അകത്തുണ്ട്. സേതു അന്നേരം കയറാൻ മടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വാ കയറി വാന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക. അപ്പോൾ മാധവ ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ, സേതു വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചു ഇങ്ങനെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അച്ചു ഇങ്ങനെ ചിരിക്കും കേട്ടോ സന്തോഷം കൊണ്ട്. സേതു ഇങ്ങനെ മുഖത്ത് നോക്കുന്നില്ലേ, മുഖത്ത് നോക്കാതെ സേതു ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് മോനെ സേതു നീ ഒന്ന് വിളിക്കടാ, മോൻ വിളിച്ചാൽ അച്ഛൻ കണ്ണ് തുറക്കും, ഒന്ന് വിളിക്കടാന്ന് പറഞ്ഞപ്പം വിളിക്കുവല്ലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സേതു ഞെട്ടി. സേതു ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ ഒരു വിളി. അപ്പോൾ അച്ഛാ കണ്ണ് തുറക്കാച്ചാ വല്യേട്ടൻ എത്തി, വാ കണ്ണ് തുറക്കച്ചാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മോനെ നീ ചെന്ന് വിളിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ വിളിക്കുവല്ലേട്ടാന്ന് പറഞ്ഞു അച്ചു. അങ്ങനെ അവിടെ ചെന്ന് അച്ഛൻ്റെ കൈകളിൽ ഇങ്ങനെ മകൻ തൊട്ടപ്പോഴത്തേക്കും ഒരു പിടപ്പ് പോലെ. ഈ സമയത്ത് നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. നേഴ്സ് വന്ന് പൾസ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചിരുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മുടെ നേഴ്സ് പിന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. നെട്ടോട്ടെന്ന് പറഞ്ഞാൽ ഓട്ടം. ഇവർ നോക്കുമ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ വര മാത്രമേ ഉള്ളേ. അപ്പോഴത്തേക്കും അച്ചു ടെൻഷനായി. ഈ സമയത്തും സേതു അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നില്ല. വേഗം തന്നെ ഡോക്ടർ വന്നു. പിന്നെ നോക്കി ഇവരോട് പുറത്ത് വെക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ചുവും അതുപോലെ തന്നെ നമ്മുടെ സേതു അടുത്തുണ്ട്. പക്ഷേ മാധവ മുതലാളി മരിച്ചു എന്നുള്ള കാര്യം ഡോക്ടർ പറയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സേതു തകർന്നു പോയി. സേതു മിണ്ടാതെ അങ്ങ് ഇറങ്ങി അങ്ങ് പോരുക കേട്ടോ. സേതു എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരിതിലിങ്ങനെ നിൽക്കുവാണ്. അച്ചു ആണെങ്കിൽ വാ വിട്ട് കരയുന്നു. സേതു പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ ഒരു സെക്കൻഡിൽ നമ്മുടെ സേതു അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വീഴുന്നു. ഈ സമയത്ത് അവരെല്ലാവരും കൂടെ വായും പൊത്തി കരഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ഓടിപ്പോകും, അതായത് മാധവൻ്റെ അടുത്തേക്ക്. അങ്ങനെ അച്ഛനോട് കാണിച്ച ആ ഒരു ഇതിൽ നമ്മുടെ സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും പൂർണ്ണിമ വന്നു സേതുവിനോട് തൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം ഇങ്ങനെ ഇതാക്കി പറയുവാണ്. നീ എത്രയൊക്കെ നിൻ്റെ അച്ഛനെ വെറുത്താലും ആ മനുഷ്യൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ വേദനിപ്പിക്കാവോ ആ രീതിയിലൊക്കെ വേദനിപ്പിക്കാനാണ് നീ നോക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ ഇങ്ങനെ സേതുവിനെ കുറ്റപ്പെടുത്തുക. ഇപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന വരാൻ തന്നെ കാരണം ഒരർത്ഥത്തിൽ നീയല്ലേടാ എന്നും പൂർണ്ണിമ ചോദിച്ചു. സേതു ഇങ്ങനെ ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുകയാണ്. മോനെ എന്നോടുള്ള ദേഷ്യം വെച്ച് നീ ഒരിക്കലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു പൂർണ്ണിമ ഇങ്ങനെ സേതുവിനോട് പറഞ്ഞു. സേതുവിന് എന്തേലും പറയാനുണ്ടോ? ജീവിതത്തിൽ പലതും നമുക്ക് നേടിയെടുക്കാനും സമ്പാദിക്കാനും ഒക്കെ പറ്റും. പക്ഷേ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം, മകനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു അച്ഛനെ നിനക്കിനി ജീവിതത്തിൽ കിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് സേതുവിനെ ആ ഒരു ശപിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ പൂർണ്ണിമ സംസാരിക്കുന്നത്.
നീ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയതിൻ്റെ വേദന കൊണ്ടാ അദ്ദേഹം മരിച്ചതെങ്കിൽ ആ ശാപം നിന്നെ ഒരിക്കലും വിട്ടു മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ ഇങ്ങനെ മാനസികമായിട്ട് ഇതാക്കി സംസാരിക്കുക കേട്ടോ. അത്രയ്ക്ക് ജീവനായിരുന്നു മാധവേട്ടനെ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അദ്ദേഹം കൊതിച്ചതൊക്കെ നീ സ്നേഹത്തോടെ അച്ഛാ എന്ന് വിളിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു, ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർണിമ സേതുവിനോട് പറയുക. അവസാന നിമിഷം നീ അദ്ദേഹത്തെ കാണാൻ വന്ന വരവ് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നമുക്കൊപ്പം ജീവിച്ചിരുന്നേനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൂർണിമ പറയുന്നു. തകർന്ന് എന്താ പറയേണ്ട തരിപ്പണമായി നമ്മുടെ സേതു അവിടെ നിൽക്കുക. നിന്റെ ദേഷ്യം, അദ്ദേഹം തോറ്റു കാണണം എന്നുള്ള നിന്റെ വാശി, അതാണ് നല്ല സമയത്ത് അദ്ദേഹത്തെ കാണാൻ വരാതെ നിന്നെ പിന്തിരിപ്പിച്ചത്. അതിനുള്ളത് കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഇനി നിനക്ക് നിന്റെ അച്ഛൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറയാം. നീ ഒന്ന് ഓർത്തു നോക്കൂ, നിന്നോട് അദ്ദേഹം എന്തു പാപമാണ് ചെയ്തത്, എൻ്റെ അറിവിൽ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പൂർണ്ണിമ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിനോട് പാപം ചെയ്തത് നീയാണെന്നും പറഞ്ഞ് അതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ഇത് ശാപവാക്കല്ല, പക്ഷേ എൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണ്ണിമ അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് സേതു ഇങ്ങനെ എന്താ പറയേണ്ടത്, താൻ തന്നെ ഇല്ലാതായി പോയൊരവസ്ഥയിൽ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ ഒരു ഇതിൽ ഇനി അടുത്തത് എന്താ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ